ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചെറിയ പ്രായം മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന മതങ്ങളിലൊന്ന് ഇസ്ലാമാണ്. മറ്റേതു മതത്തേക്കാളേറെ ഇസ്ലാം മതത്തിന് കൂടുതൽ പ്രാധാന്യവുമുണ്ട്. കാരണം 7 വയസ്സ് മുതൽ നമസ്കരിക്കാൻ പഠിപ്പിക്കണം. 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടി കൊടുക്കും. മതപരമായ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചും പരിശീലിപ്പിച്ചുമാണ് ഓരോ മുസ്ലിം കുടുംബങ്ങളും മക്കളെ ഫോം ചെയ്ത് കൊണ്ടുവരുന്നത്. വളരെ ചെറിയ പ്രായം, അതായത് 3-3.5 വയസ്സ് മുതൽ മതം പഠിച്ചു തുടങ്ങും. 3-3.5 വയസ്സ് മുതൽ തുടങ്ങുന്ന ഈ മതപഠനം ചില ആളുകൾ കൂടുതൽ പഠിക്കും. പിന്നെ നമ്മുടെ നാടൻ പ്രദേശത്തുള്ള ആളുകളൊക്കെ പെൺകുട്ടികൾ വയസ്സറിയിച്ചാൽ പ്രായമായി കഴിഞ്ഞാൽ ഉടനെ ആ മതപഠനം അവസാനിപ്പിക്കും. ആ സമയത്ത് കിട്ടുന്ന ചെറിയ വിജ്ഞാനമേ ഉള്ളൂ. ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ഏത് തരത്തിലുള്ള വിജ്ഞാനവും സോഷ്യൽ മീഡിയയിൽ സുലഭമായി ലഭിക്കും, ലളിതമായി ലഭിക്കും. ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന രൂപത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും അത് മനസ്സിലാക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ ലളിതമായ മാർഗങ്ങൾ ഇന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അതില്ല. ഞങ്ങൾക്ക് ഈ സത്യം എന്താണ് എന്ന് അറിയാനുള്ള അന്വേഷണത്വര പോലും ചെറിയ പ്രായത്തിലെ മാതാപിതാക്കളും ഉസ്താദുമാരും ഒക്കെ തല്ലിക്കെടുത്താറാണ് പതിവ്. അതുകൊണ്ട് ഉള്ളിൽ കിടന്ന സംശയങ്ങൾ വളരുകയല്ലാതെ ആ സംശയങ്ങൾ ദൂരീകരിക്കാനും പുതിയ വിജ്ഞാനങ്ങൾ മനസ്സുകളിൽ നിറയ്ക്കാനും ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അത്തരമൊരു സംവിധാനമില്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷേ ഹിന്ദുക്കൾ മതം പഠിച്ചാലും ഇല്ലെങ്കിലും അവർ ഹിന്ദുവാണ്. അവര് മതം പ്രാക്ടീസ് ചെയ്താലും ഇല്ലെങ്കിലും അവരെ ഹിന്ദു എന്ന നാമത്തിൽ നിന്ന്, എന്ന മതത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു പൂജാരിയും വരില്ല, ഒരു അമ്പല കമ്മിറ്റിക്കാരും അവരുടെ വീടിൻ്റെ പടി കടന്ന് വരില്ല. എൻ്റെ ഒരു മുസ്ലിം മാപ്പിളപ്പാട്ട് പാടി, അതല്ലെങ്കിൽ ഒരു മുസ്ലിം ഭക്തിഗാനം പാടി, അതല്ലെങ്കിൽ ഇസ്ലാമിക വേഷം ധരിച്ചു, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഹിന്ദുക്കളെ ഒരിക്കലും അവരുടെ മതത്തിൽ നിന്ന് പുറത്താക്കാറില്ല. അത്തരം രീതികൾ, കലാപരിപാടികളൊക്കെ ഉള്ളത് നമ്മുടെ മതത്തിലാണ്. നമ്മുടെ മതത്തിൽ മതം കുറച്ച് തീവ്രമാണ്. അത് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ചെറിയ പ്രായത്തിൽ വളർന്നു വരേണ്ടത്. ഇവിടെ ആ ചെറിയ പ്രായത്തിലെ മതം പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലും ഇവർ ഭാഗവാക്കായി മാറുന്നത് എങ്ങനെയാണ്? പെണ്ണുപിടി, കള്ളുകുടി, കൊലപാതകം, മയക്കുമരുന്ന്, മോഷണം, കള്ളത്തരം, കപടം, വഞ്ചന, ബ്ലാക്ക് മെയിലിംഗ്, ഭീഷണിപ്പെടുത്തൽ എന്നിത്യാദി സകലമാന കാര്യങ്ങളിലും ഞമ്മൻ്റെ ആളുകൾ സജീവമായുണ്ട്. ഈ കേരളക്കരയിൽ ഏത് കുറ്റകൃത്യം പിടിച്ചാലും ശരി, അതിൽ ഒരു മുഹമ്മദീയൻ ഉണ്ടാകുന്നു. ലോകത്തിൻ്റെ ഏതു കോണിൽ ഒരു സ്ഫോടനം, ഒരു പൊട്ടിത്തെറി, ഒരു തീവ്രവാദം, ഒരു ഭീകരവാദം, എന്ത് പ്രവർത്തനം നടന്നാലും ശരി, അതിൻ്റെ തല കേരളമായി മാറുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ മതപഠനം കൊണ്ട് പൂർണ്ണമായും ഒരു നല്ല മനുഷ്യനായി മാറുമെന്നോ സദാചാര മൂല്യങ്ങൾക്ക് കൂടുതൽ പവിത്രത നൽകി ഒരു മാതൃകാ പുരുഷനാകുമെന്നോ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം കോയമ്പത്തൂരിലൊരു ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ അതിൻ്റെ തല കേരളത്തിൽ, ബാംഗ്ലൂരിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ അതിൻ്റെയും തന്ത്രപ്രധാനമായ സ്ഥാനം കേരളത്തിൽ എന്ന് തുടങ്ങി കള്ളനോട്ടായിരുന്നാലും മയക്കുമരുന്ന് മാഫിയയായിരുന്നാലും രാജ്യവിരുദ്ധതകളെമ്പാടുമായിരുന്നാലും ശരി, എല്ലാ കുറ്റകൃത്യങ്ങൾക്കും മുസ്ലിം സമുദായത്തിൽ 1-2 അതിലധികമോ ആളുകൾ പ്രതികളായി വരുന്നു. ഇപ്പോഴിതാ ഇന്ന് വന്ന പുതിയ ഒരു വാർത്ത, കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ ഈ ഒരു രീതി സാർവത്രികമായി പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്നു. പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബംഗ്ലാദേശിൽ നിന്ന് എത്തിച്ച കള്ളനോട്ടുകളാണ് ഇവിടെ പിടികൂടിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും യഥേഷ്ടം മയക്കുമരുന്നാകട്ടെ കള്ളനോട്ടുകളാകട്ടെ അഫ്ഗാനിൽ നിന്നടക്കം നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്നുകളൊന്നും നമ്മൾ മറന്നിട്ടില്ല. അത് ഒരു ഹാജി ഗ്രൂപ്പിൻ്റേതായിരുന്നു എന്നും പിന്നീട് അറിഞ്ഞു. ഹാജി സാലിം ഗ്രൂപ്പ് ഇപ്പോൾ 1.97 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളുമായി മുഹമ്മദ് സുലൈമാൻ അൻസാരി, ഇദ്രീസ് എന്നിവരെയാണ് UP ATS അറസ്റ്റ് ചെയ്തത്. ആൻഡ് ടെററിസം
ടീമിൻ്റെ മുമ്പിൽ ഇവർ അകപ്പെടുകയായിരുന്നു. വാരണാസിയിലെ സാരാനാഥിൽ നിന്നാണ് ഇവർ രണ്ടുപേരും പിടിയിലായത്. എന്തായിരുന്നാലും UP-യിലാണ് പിടികൂടിയത്. ATSന്റെ കയ്യിലാണ് അകപ്പെട്ടതും. ബാക്കി നമുക്ക് എന്തായിരുന്നാലും കാണാം. ഈ കേസ് തേച്ചു മായ്ക്കാൻ പറ്റില്ല. ഇവരെ രക്ഷപ്പെടുത്താൻ ആർക്കും അവിടെ എത്തപ്പെടാനും പറ്റും. അപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനും ഒക്കെയായി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എത്രമാത്രം ബന്ധമാണുള്ളത് എന്ന് ആലോചിച്ചാൽ മതി. ഇവരുടെ കൂട്ടാളികളായ സക്കീറിന് വേണ്ടി തെരച്ചിൽ നടത്തി വരികയാണ്. സക്കീറാണ് ബംഗ്ലാദേശിൽ നിന്ന് കള്ളനോട്ടുകൾ എത്തിക്കുന്ന സംഘത്തിൻ്റെ പ്രധാനി. ബംഗ്ലാദേശിയും അതുപോലെ ഇന്ത്യക്കാരനുമായി അടുപ്പിക്കുന്ന കണ്ണി സക്കീറാണ്. ആ സക്കീറിനെ കിട്ടിയാലാണ് ഇത് എത്ര കാലമായി തുടരുന്ന കലാപരിപാടിയാണ് എന്ന് ATSന് പറയിപ്പിക്കാൻ സാധിക്കും. UP-യിൽ പിടിയിലായതുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം രാജ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭരണാധികാരിയാണ് UP ഭരിക്കുന്നത്. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു ഭരണാധികാരിയാണ് UP ഭരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരാണെങ്കിലും ഏതെങ്കിലും മതത്തെ പ്രീണിപ്പിക്കുകയോ രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുകയോ ചെയ്യണം എന്നുദ്ദേശിക്കുന്ന ആളല്ല UP ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതി എന്തായിരുന്നാലും പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്ന് നമ്മൾ ഉറപ്പ് പറയുന്നത്. അപ്പം ഈ ബംഗ്ലാദേശിനെയും ഇന്ത്യയെയും തമ്മിൽ അടുപ്പിക്കുന്ന സക്കീറിൻ്റെ A to Z കാര്യങ്ങൾ UP ATS പൊക്കിയെടുത്തിട്ടുണ്ട്. ബീഹാറിലെ വൈശാലി ജില്ലക്കാരാണ് ഈ സുലൈമാനും ഇദ്രീസും. മാൾട്ടയിൽ സുലൈമാൻ പഞ്ചറുകട നടത്തിയിരുന്ന സമയത്താണ് ബന്ധപ്പെടുന്നത്. സുലൈമാനും ഇദ്രീസിനും സക്കീർ കള്ളനോട്ട് നൽകാറുണ്ടായിരുന്നു. ഇത് രണ്ടുപേരും ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യും. നവംബർ 19 പശ്ചിമ ബംഗാളിൽ നിന്ന് വ്യാജ നോട്ടുകളുമായി വാരണാസിയിൽ ചിലർ എത്തിയതായി ATSന് വിവരം ലഭിക്കുന്നു. തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇതിനിടയിൽ ഫരീദ്പൂർ ബൈപ്പാസിൽ സുലൈമാനും ഇദ്രീസും ബാഗുമായി നിൽക്കുന്നത് കണ്ടു. പോലീസിനെ കണ്ടയുടൻ ഇവർ രണ്ടുപേരും ഓടാൻ തുടങ്ങി. സംശയം തോന്നിയ പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടി. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് കൈവശം കള്ളനോട്ടുകളാണ് എന്ന് മുഹമ്മദ് സുലൈമാൻ വെളിപ്പെടുത്തിയത്. അടുത്ത വർഷം ജനുവരിയിൽ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ ചിലവഴിക്കാനാണ് 2 ലക്ഷത്തോളം രൂപയുടെ വ്യാജ നോട്ടുകൾ എത്തിച്ചത്. നേരത്തെ 2 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളുമായി സുലൈമാൻ ബീഹാർ പോലീസിന്റെ പിടിയിലായിരുന്നു. അറസ്റ്റിനു മുമ്പ് ചായയും പലഹാരങ്ങളും വാങ്ങിക്കഴിക്കാനും ഇവർ ഈ കള്ളനോട്ടുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഈ രാജ്യത്തെ അപകടപ്പെടുത്തും വിധം നമ്മുടെ ശത്രുരാജ്യങ്ങളുമായി ഇടപഴകി അവരുമായി കരാറുകളിൽ ഏർപ്പെട്ട് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ വർഗം ഈ രാജ്യത്തിൻ്റെ അടിത്തറ മാന്തിയിട്ടേ വിശ്രമിക്കും. നന്ദി.